കളിക്കുമ്പോൾ ഒരു ഇതില്ല. അതായത് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ഫേസ് കാണിച്ചതായിരുന്നു. എനിക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും കാണാൻ പറ്റുക. എൻ്റെ പഴയ വീഡിയോസിൽ ആരും ലൈക്കൊന്നും തരുന്നില്ല. ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും പെട്ടെന്ന് തന്നെ കാണും. അപ്പോൾ ഇനി അടുത്തത് 50 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ലൈവ് വരാം. ലൈവിൽ വന്ന് എനിക്കാരും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരുമില്ല. നിങ്ങളാണ് എൻ്റെ ഫ്രണ്ട്സ്. അതായത് നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബും ലൈക്കൊക്കെ തരണം. പിന്നെ ഞാൻ പറയാനുള്ളത്, എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് തോടൊക്കെ ഉണ്ട്. പിന്നെ വലിയ വലിയ കുളങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ അടുത്തേക്കൊക്കെ പോകണമെങ്കിൽ ഞാൻ ലൈവ് വരുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ അടുത്തേക്ക് പോകാനൊക്കെ പറ്റും. പക്ഷെ എനിക്ക് പേടിയാണ് ഒറ്റയ്ക്ക് പോകാൻ. കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോകും. വെയിലാണിത്. വെയിലായാലും എൻ്റെ ഫേസ് കാണാൻ പറ്റില്ല. കാരണം വെയിലായി. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കിണറാണിത്. ഇതാണ് എൻ്റെ കിണർ. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് വെയിലായതിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇനി ലൈക്കും സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണം പ്ലീസ്. അതൊന്ന് ചെയ്താൽ ഇനി ഞാൻ കുറേ വീഡിയോസൊക്കെ ഇടാം. ഇത് എനിക്ക് സന്തോഷമാവാനാണ്. നിങ്ങൾ കിഡി സ്കൂപ്പ് കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഹായ് തരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കിഡി സ്കൂപ്പ് ഹായ്. ഞാൻ ഹായ് തരാം കിഡി സ്കൂപ്പിൻ്റെ അടുത്ത്. കിഡി സ്കൂപ്പ് ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്കൊരു ഹായ് തരണം. പിന്നെ നിങ്ങളൊക്കെ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും, RMHSS ആളൂർ ഗ്രാമത്തിലുള്ള ഒരു സ്കൂൾ ഈ മരുന്നിൻ്റെയും ഔഷധ സസ്യങ്ങളൊക്കെ എടുത്ത് പത്തിലൊക്കെ ഉണ്ടാക്കിയത്. ആ സ്കൂള് എൻ്റെയാണ്. ഞാൻ അവിടെ പഠിക്കുന്നത് 6A ആണ്. 6ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് അവിടെ. ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി. നിങ്ങളെന്നെ കണ്ടോയെന്നറിയില്ല. പിന്നെ വാർത്തയിലൊക്കെ വന്നു. പിന്നെ കൃഷിയുടെ ഇതൊക്കെ ഒരു ഫോട്ടോ ഒക്കെ വന്നു പത്രത്തിലൊക്കെ. പിന്നെ ഞാൻ സംസ്കൃതമാണ് പഠിക്കുന്നത്. ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ എൻ്റെ വീട്ടിലത്തെ 5-6 കോഴികളെ കാണിച്ചു തരാം. അവർ അച്ഛൻ വരുമ്പോഴത്തേക്കും എണ്ണത്തിന് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ കണ്ടില്ല ഗൈസ്. പിന്നെ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് തെങ്ങൊക്കെ ഉണ്ട്.